ഹലോ ഫ്രണ്ട്സ്, ഋതിക രാജുവിനോട് ചോദിക്കുന്നത്, എന്താ രാജു യാമിനി ചെറിയമ്മ പറഞ്ഞത്? എന്താ പറ മോനെ, എന്താടാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? രാധമ്മ ചോദിക്കുന്നുണ്ട്, മോനെ എന്താ നീ കാര്യം പറ. അമ്മേ അത് എന്താന്ന് പറ. വർമ്മ സാർ എന്നെയും ഋതികയും വീട്ടിലോട്ട് ക്ഷണിച്ചിരിക്കുവാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഋതിക അങ്ങ് സന്തോഷിക്കുവാണ്. മോനെ, ഇത് ദൈവത്തിന്റെ കടാക്ഷമാണ്, ഇതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളല്ലേ ഈ നടക്കുന്നത്. എല്ലാം ഈ അമ്മയുടെ പ്രാർത്ഥനയാ മോനെ. ഋതുമോളും വർമ്മ സാറുമായിട്ടുള്ള പിണക്കമൊക്കെ മാറി സന്തോഷമാകുമെന്ന് ഇപ്രാവശ്യം ഞാൻ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, വർമ്മ സാറുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഉടനെ തീരും. നിങ്ങളെ രണ്ടാളെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വർമ്മ സാർ അംഗീകരിക്കും. ഞാൻ ഈ സന്തോഷ വാർത്തയെ വേണുവേട്ടനോടൊന്നും പറയട്ടെ എന്നും പറഞ്ഞ് രാധമ്മ ഓടിപ്പോവുക. എന്താ രാജുവിൻ്റെ നോട്ടോന്നിപ്പം കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുള്ളത് പോലെ ഋതിക ചോദിക്കുക, എന്താ രാജു, എന്താ രാജുവിൻ്റെ തീരുമാനം? പെട്ടെന്ന് രാജു ആ കഥ അങ്ങോട്ട് ഓടിപ്പോൾ അടച്ചിട്ട്, എന്തോ തീരുമാനമെന്നാ? മേഡത്തിന് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കൂടെ മേഡത്തിൻ്റെ വീട്ടിലോട്ട്? എന്തിനാ രാജു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അല്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? നിങ്ങൾ അച്ഛനും മോളും തമ്മിലുള്ള പിണക്കം ഒത്തുതീർപ്പാക്കാനല്ലേ ഞാൻ ശ്രമിക്കുന്നത്. അത് ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ഋതിക മേഡം, ഈ ഭാര്യ ഭർത്താവാന്നുള്ള ഈ അവനെയും എത്ര നാളിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും? ഇതെന്തായോ അവസാനമൊന്നും എനിക്ക് ഒന്നും അറിയില്ല. അപ്പോഴെൻ്റെ അച്ഛൻ്റെ ക്ഷണനം രാജു നിരസിക്കാൻ പോവുകയാണോ? ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നാണോ രാജുവിൻ്റെ തീരുമാനം? അയ്യോ, വേറെ നിവർത്തിയില്ലല്ലോ, വന്നല്ലേ പറ്റൂ, ഞാൻ വരാം. പക്ഷേ വർമ്മ സാറിന് എന്നോടുള്ള ദേഷ്യം മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജുവിനത് ചുമ്മാതെ തോന്നുക. എൻ്റെ അച്ഛനൊരു പരുക്കനായിട്ട് തോന്നുന്നെങ്കിലും ആള് പാവാ. വർമ്മ സാറിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. മേഡം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാവിലെ വീട്ടിലോട്ട് പോകേണ്ടതല്ലേ. ഋതികയ്ക്ക് ഇനി അടുത്ത് എന്താണ് പണി കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അംബിക നടക്കുമ്പോൾ ദീപക് അങ്ങോട്ട് വന്നിട്ട് പറയുക, അമ്മ ചെയ്യുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മ ഓരോന്ന് പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കുന്നതൊക്കെ അതിന് വിപരീതമായിട്ടായിരിക്കും. ഒരു ദിവസം നമ്മളൊന്ന് മാറി നിന്നപ്പോഴേ അമ്മാവൻ ഞാൻ അവരുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോയി. ഇപ്പൊ തന്റെ ഋതികയും രാജുവിനെയും ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണയാണെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ വോയിസ് റെക്കോർഡ് വെച്ച്. ഇപ്രാവശ്യത്തെ അമ്മയുടെ പ്ലാൻ എന്തുവാ? അംബിക ദീപക്കിനോട് ഒരു പരിഹാസത്തിൽ പറയുക, ഇപ്രാവശ്യം അമ്മയ്ക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. അവരെ എൻ്റെ അനിയനെ വിളിച്ചൊരു ഊണ് കൊടുത്തതല്ലേ, അതിന് പകരം അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചൊരു ഊണ് കൊടുക്കുന്നു, അത്രയേ ഉള്ളു. അമ്മേ, അമ്മയുടെ ഒരുമാതിരി വർത്തമാനം എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യടാ. നമുക്ക് 2 ലക്ഷ്യങ്ങളാണ് ദീപക്കെ മുന്നിലുള്ളത്. ഒന്ന്, രാജു ഋതികയെ താലി കെട്ടിയിട്ടില്ലെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. രണ്ടാമത്തത് വളരെ മുഖ്യമാണ്. അവരുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലോട്ട് പോകാതെ നമ്മുടെ പേരിലോട്ടാക്കണം. അതിനെന്താ വേണ്ടതെന്നേ എൻ്റെ പൊന്നുമോൻ അങ്ങോട്ട് തല പുകച്ച് ആലോചിക്ക്. നിനക്കപ്പോഴെന്തെങ്കിലും വഴി തോന്നുന്നുണ്ടെങ്കിലേ അതെന്നോട് വന്ന് പറ. രാവിലെ തന്നെ അംബിക കുളിച്ചൊരുങ്ങി എന്തൊക്കെയോ വക്രബുദ്ധികൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. യാമിനി അങ്ങോട്ട് വരുമ്പോൾ യാമിനിയോട് ചോദിക്കുക, യാമിനി അവരെ വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു ചേച്ചി, അവരിപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെടും. അല്ല, ഇവരെന്താ താമസിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജുവും ഋതികയും അങ്ങോട്ട് വരികയാണ്. ആഹാ, നിങ്ങൾ എത്തിയോ, എനിക്ക് സന്തോഷമായി എന്നിങ്ങനെ അംബിക. എന്താ രാജു ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വന്നിരിക്ക്. യാമിനി, ഇവർക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്ക്. ജ്യൂസ് ഒന്നും വേണ്ട മേഡം, അത് രാജു ആണോ തീരുമാനിക്കുന്നത്? യാമിനി, ഇവർക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്ക്. ഋതുമോളെ, പിന്നെ എന്തൊക്കെയാ രാജുവിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് അവിടെ വിശേഷം ഒന്നും ഇല്ലമ്മായി. രാജുവിൻ്റെ വീട്ടുകാരെ കൂടെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു. യാമിനി അപ്പോഴേക്കും അവർക്ക് 2 പേർക്കും ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവരത് വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുന്നു. മുകളിൽ നിന്ന് വർമ്മ അത് കാണുന്നുണ്ട്. വർമ്മയെ കണ്ടുകൊണ്ട് ഋതികയും രാജു അങ്ങ് എഴുന്നേൽക്കുവാണ്. എന്നിട്ട് അവരെ നോക്കിയിട്ട് വർമ്മ അങ്ങ് പോവുക. അപ്പോൾ അംബിക പറയുക, പേടിക്കണ്ട, പ്രതാപൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ നിങ്ങളെ വിളിച്ചത്. അവനെ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും, അതാ നിങ്ങളോട് സംസാരിക്കാതെ പോയത്. രാജുവിന് അറിയാമല്ലോ അവന്റെ പ്രകൃതം. അപ്പോഴേക്കും ആ ദുശകനി ദീപക് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, എന്താ അമ്മ ഇവർക്ക് ജ്യൂസ് മാത്രമാക്കിയത്? കഴിക്കാനും കൂടെ എന്തെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ. മോനെ, അവരിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, ഇല്ലേ ഋതുമോളെ? അയ്യോ, എൻ്റെ ഋതുമോൾ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. രാജു, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അതായത് പണത്തിനോ എന്തിനെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. അമ്മായി, എനിക്ക് രാജുവിൻ്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല. യാമിനി, നീ ഇത് കേട്ടില്ലേ ഋതുമോള് പറഞ്ഞത്? രാജുവിൻ്റെ ബുദ്ധിയെ അപാരവാ. രാജു വിചാരിച്ചതുകൊണ്ടാ പ്രതാപന്റെ ഇമേജ് തിരിച്ചു പിടിക്കാൻ പറ്റിയത്. അതെന്റെ കടമയല്ലേ അംബിക മേഡം? അയ്യോ, ഞാനൊരു കാര്യം മറന്നു. നിങ്ങൾ വന്നതൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? നമുക്കൊരു സെൽഫി എടുത്താലോ എന്നും പറഞ്ഞ് അംബിക അവരോട് നിന്നിങ്ങനെ സെൽഫി എടുക്കുവാണ്. എന്നാലേ ഇനി നിങ്ങൾ പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ, നല്ല അടിപൊളി ഗംഭീര ഡിന്നറാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. യാമിനി, ഇവരെ വിളിച്ച് റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുപോ.
അംബിക അവിടെയോട് മനസ്സിൽ പറയുക, ഞാൻ വിരിച്ച വലയിലോട്ടാ രണ്ടും വന്ന് വീണിരിക്കുന്നത്. സമയമാവുമ്പോൾ ഞാൻ വലയങ്ങ് മുറുക്കും. രാജുവും ഋതികയും എൻ്റെ കയ്യിൽ കിടന്ന് പിടയും. ഈ ദീപക്കനെ ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനാ പാട്. അംബികയെ ദീപക്ക് വിളിക്കുന്നുണ്ട്. അംബിക അങ്ങോട്ട് ചെന്നിട്ട്, എന്തിനാ മോനെ എന്നെ വിളിച്ചത് എന്തിനാന്നോ? അമ്മ എന്തൊക്കെയാ അമ്മ അവിടെ കാണിച്ചു കൂട്ടുന്നത്? എന്താ മോനെ, കുറച്ച് ഓവറായിപ്പോയോ? കുറച്ച് ഓവറല്ല, കുറച്ച് അധികമായിപ്പോയി. സാരമില്ല മോനെ, പാവത്തിങ്ങളല്ലേ. ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള അവരുടെ അഭിനയത്തിന്റെ അന്ത്യം കുറിക്കാനേ ഇനി മണിക്കൂറുകളല്ല ഉള്ളു. അതുകൊണ്ടാ മോനെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു സെൽഫി എടുത്തു വെച്ചത്. അമ്മയുടെ വർത്തമാനം കേട്ടിട്ട് അമ്മ എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെന്താന്ന് പറയമ്മേ. അത് വേണ്ട, നീ എന്തെങ്കിലും ആലോചിച്ചൊരു വഴി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നീ ശ്രമിച്ചോ? ഇല്ലല്ലോ. തൽക്കാലം അമ്മയുടെ പ്ലാൻ എന്താണെന്ന് സർപ്രൈസ് ആയിട്ട് അങ്ങിരിക്കട്ടെ. എന്റെ മോൻ ധൈര്യമായിട്ടിരിക്കടാ. അമ്മ നാളെ ഇറക്കാൻ പോകുന്ന കാർഡിനെ രാജുവിന്റെയും ഋതികയുടെയും റെഡ് ലൈനായിട്ട് വീഴും. രാജുവും ഋതികയൊക്കെ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് റൂമിൽ വന്നിട്ട് രാജു പറയാ, വയറ് നിറച്ച് ആഹാരം കഴിക്കണമെന്ന് അമ്മ പറയാറുണ്ട്, പക്ഷെ ഇത് ഒരുപാട് ഓവറായിപ്പോയി. വേണ്ടാന്ന് പറഞ്ഞിട്ട് യാമിനി മേഡം സമ്മതിച്ചോ? ചെറിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ മിസ് ചെയ്യുമായിരുന്നു, പക്ഷെ ഞാനിന്ന് ഫുൾ ഹാപ്പിയാ രാജു. യാമിനി മേഡത്തിന്റെ കൈപുണ്യത്തെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. എല്ലാ കറികൾക്കും അസാധ്യ ടേസ്റ്റായിരുന്നു. പിന്നെ ഉണ്ടാക്കിയത് മുഴുക്കാൻ നമ്മൾ കഴിക്കണമെന്ന് വാശി പിടിച്ചതായിപ്പോയി പ്രശ്നം. ചെറിയമ്മ അല്ലെങ്കിലും അങ്ങനെ രാജു. എനിക്കിതൊക്കെ വല്ലാത്ത വിഷമം തോന്നുന്നു മേഡം. അതെന്തിനാ രാജു? ഋതിക മേഡം വേണ്ട, ഞാൻ വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോഴേ അതിന്റെ നടുക്ക് കയറി ഇങ്ങനെ തമാശിക്കല്ലേ. ഓ, ഞാൻ തമാശിക്കുന്നില്ല. എന്നാലേ പറഞ്ഞേ, എന്താണാവോ ആ സീരിയസ് കാര്യം? ഋതിക മേഡത്തിന് അറിയാവല്ലോ, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇവിടുത്തെ കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കതിന് അർഹതയില്ലെന്നും ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നും ഒക്കെ എനിക്കൊരു തോന്നൽ. രാജു, ഈ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ അച്ഛന് വേണ്ടിയും രാജു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് അവരുടെയൊക്കെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള എല്ലാ യോഗ്യതയും രാജുവിനുണ്ട്. ഈ വീടിനെ സേവിക്കുന്ന ആളായിട്ടല്ല, ഋതിക മേഡത്തിന്റെ ഭർത്താവായിട്ടും വർമ്മ സാറിന്റെ മരുമകനായിട്ടും ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. അയ്യോ എൻ്റെ പൊന്നു രാജു, ഇങ്ങനൊന്നും പറയാതെ. രാജു പറയുന്ന കേട്ട ഞാൻ അങ്ങോട്ട് പ്രപ്പോസൽ ചെയ്തപ്പോൾ രാജു എന്നെ അങ്ങ് വിവാഹം കഴിച്ചെന്നും ഇതൊക്കെ വെറും അഭിനയമല്ലേ രാജു? അഭിനയം വർമ്മ സാറിനോടാണെന്ന് ഋതിക മേഡം മറക്കരുത്. അതേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. വർമ്മ സാർ എല്ലാം അറിയുന്ന ഒരു ദിവസം വരും. അന്ന് ചിലപ്പോഴേ എൻ്റെ ഈ കഴുത്തിന് മുകളിൽ തല കാണില്ല. എനിക്ക് നല്ല ക്ഷീണം, ഞാൻ അന്ന് ഉറങ്ങട്ടെന്നും പറഞ്ഞ് രാജു പെട്ടെന്ന് കട്ടിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വിരിക്കുവാണ്. ഋതിക അത് കണ്ടിട്ട് പറയാം, രാജു വേണ്ട, രാജു കട്ടിലിൽ കിടക്ക്, ഞാൻ താഴെ കിടന്നോളാം. അത് വേണ്ട, എനിക്ക് താഴെ കിടന്ന നല്ല ശീലവാ. ഈ ശീലമില്ലാത്തവരൊക്കെ താഴെ കിടന്നാലേ നടുവേദനയുണ്ടാവും. ആ സമയത്ത് യാമിനി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നിട്ട് ഋതുമോളേന്ന് വിളിക്കുക. സോറി ഋതുമോളെ, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം റൂമിനകത്ത് വെക്കാൻ സെർവൻ്റ് അങ്ങ് മറന്നുപോയി. വീണ്ടും രാജു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കിടക്കാനൊരുങ്ങുമ്പോൾ വീണ്ടും അവരുടെ റൂമിൻ്റെ ഡോറ് തട്ടുന്നു. അയ്യോ, ഇതാരാ വീണ്ടും എന്നും പറഞ്ഞ് പെട്ടെന്ന് പോയി കഥ തുറന്ന് നോക്കുമ്പോൾ അപ്പുവാണ്. അപ്പുമോള് ഋതികയെ കണ്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് സന്തോഷവും സങ്കടവും കൊണ്ട് ഋതിയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. എന്താ മോളെ, എന്തിനാ മോള് വിഷമിക്കുന്നത്? എൻ്റെ ഋതി ചേച്ചിയെ ഞാൻ എന്തും വേണ്ടി മിസ് ചെയ്തെന്നറിയാവോ? ഈ ഋതി ചേച്ചിയും എൻ്റെ അപ്പുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അപ്പുമ്മയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് മോളെയും കൊണ്ട് ചുറ്റാൻ പോകണമെന്ന് ഞാൻ രാജുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതേ അപ്പു, ഈ ഹോളിഡേയ്സിന് നമ്മളൊരു ടൂറ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ രാജു തട്ടി വിടുക. എനിക്ക് ടൂറൊന്നും പോകണ്ട, രാജു ചേട്ടൻ ഋതിക ചേച്ചി ഇവിടെ നിന്ന് നിർത്തിയാൽ മാത്രം മതി. ശരി മോളെ, ഞാൻ വർമ്മ സാറിനോട് നാളെ തന്നെ സംസാരിക്കാം. എന്താ അപ്പു മോളെ ഇത്? വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്? എൻ്റെ അപ്പൂന് എന്നെ എപ്പോൾ കാണണമെന്ന് തോന്നുമ്പോൾ അപ്പം വിളിച്ചാൽ മതി. ചേച്ചി വന്ന് അപ്പുമോളെ കണ്ടോളാം. ഓക്കെ ചേച്ചി, നാളെ ഫുൾ ഡേ ചേച്ചി എന്നോടൊപ്പം ഉണ്ടാകും മോളെ, ഉറപ്പ്. പൂ അങ്ങനെ പ്രോമിസൊക്കെ വാങ്ങിച്ചിട്ട് പോകാനൊരുങ്ങുമ്പോൾ പൂവിൻ്റെ കണ്ണിൽ തലേണ ഒന്ന് താഴെ കിടക്കുന്ന കാണുന്നു. അപ്പു വന്നിട്ട് ചോദിക്കുക, അതെന്താ ആ തലാണ താഴെ കിടക്കുന്നത്? രാജു ചേട്ടൻ നിലത്താണോ കിടക്കുന്നത്? അയ്യോ അപ്പു, അത് തലാണ താഴോട്ട് വീണതാ. അപ്പു പോയി കിടന്ന് ഉറങ്ങിക്കോ, നാളെ നമുക്ക് പുറത്തൊക്കെ കറങ്ങാനുള്ളതല്ലേ. ശരി രാജു ചേട്ടാന്ന് പറഞ്ഞ പാപം കൊച്ചു ചിരിച്ച് അവർ പറഞ്ഞത് വിശ്വസിച്ച് അങ്ങ് പോയിരിക്കുക. രാജു വീണ്ടും ബെഡ്ഷീറ്റ് എടുത്ത് കുടഞ്ഞ് താഴോട്ട് ഇടാൻ പോകുമ്പോൾ അവർ ഋതിക ചോദിക്കുന്നു, എങ്ങോട്ടാ? നിലത്ത് കിടന്ന് ഉറങ്ങാൻ പോകുന്നു. ഇനി അടുത്തതായിട്ട് തട്ടി വിളിക്കാൻ പോകുന്ന അമ്പികമ്മായി ആയിരിക്കും. അതോടെ തീർന്ന് എല്ലാം. അയ്യോ ഋതിക മേഡം, അത് ഞാൻ പറയുന്ന പോലെ ചെയ്യുന്നോ ഇല്ലയോ? അല്ലെങ്കിൽ രാജുവിനോടൊപ്പം ഞാനും നിലത്ത് കിടക്കണോ? അങ്ങനെ രാജു ഋതികയുടെ വിരട്ടലിന് ഭയന്ന് പെട്ടെന്ന് കട്ടിലേക്ക് എറിയാൻ കിടക്കുവാണ്. ഋതിക ആണെങ്കിൽ ഒരു കള്ളച്ചിരിയോടെ ചെന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഋതികയും വന്ന് കട്ടിലിനങ്ങ് കിടക്കുവാണ്. രണ്ടുപേരുടെയും ഹൃദയങ്ങൾ അങ്ങനെ പടപടപടാ ഇടിക്കുവാണ്. രണ്ടുപേരും കള്ളനോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഋതിക നോക്കുമ്പോൾ രാജു നോക്കത്തില്ല, രാജു നോക്കുമ്പോൾ ഋതികയെ നോക്കത്തില്ല.
ഋതിക എങ്ങനെ പയ്യെ ഒരു കള്ളച്ചിരിയോടൊക്കെ ഒരു കള്ള ലക്ഷണമൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാം. എന്നിട്ട് പെട്ടെന്ന് ആ തലാണി രാജുവിൻ്റെ തലാണിയുടെ അടുത്തോട്ട് നീക്കിയിട്ടിട്ട് പതുക്കെ നീങ്ങിക്കിടക്കുക. എന്നിട്ട് രാജുവിനെ നോക്കി ഇങ്ങനെ മനസ്സിൽ പറയുക, രാജു നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ, ഐ ആം സോറി രാജു, ഐ ലവ് യു രാജു എന്നൊക്കെ ഇങ്ങനെ ഋതിക രാജുവിനെ നോക്കി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അങ്ങനെ നേരമൊക്കെ വെളുത്തു. പ്രതാപൻ രാവിലെ സെറ്റിയിലിരുന്നുകൊണ്ട് ഫയലൊക്കെ നോക്കുവാണ്. അംബിക ഒരു ഫോണൊക്കെ ചെയ്തുകൊണ്ടിങ്ങ് വരുവാണ്. ഓ ഇല്ല, വളരെ ലളിതമായ ഒരു ചടങ്ങ്. തിരുമേനി ഇന്ന് നല്ല ദിവസമാണെന്ന് പറഞ്ഞല്ലോ, എനിക്കത് കേട്ടാൽ മതി. ഏയ് അതൊന്നും വേണ്ട, പൂജയ്ക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തിരുമേനി എനിക്ക് ഫോണിൽ അയച്ചു തന്നാൽ മതി, ഞാനതൊക്കെ ദീപകനെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം. ശരി തിരുമേനി, ഞാൻ പിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് പ്രതാപന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അംബിക പറയുന്നത്. പ്രതാപൻ കേൾക്കാൻ വേണ്ടിയാണല്ലോ അംബികയുടെ ഈ നാടകം. പെട്ടെന്ന് പ്രതാപൻ ചോദിക്കുന്നു, എന്തുവാ ചേച്ചി തിരുമേനിയോട് എന്തോ പൂജയുടെ കാര്യമൊക്കെ പറഞ്ഞത്? പറയാം പ്രതാപ എന്നും പറഞ്ഞ് അംബിക ഒരു ബോക്സ് തുറന്നിട്ടൊരു സ്വർണ്ണമാല ഇങ്ങനെ കാണിക്കുകയാണ്. പ്രതാപൻ അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് അവളുടെ വിവാഹത്തിന് വേണ്ടി മേടിച്ച മാലയല്ലേ, ഇതൊക്കെ എടുത്ത് എവിടെങ്കിലും മാറ്റിവെക്കാൻ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ചേച്ചിയോട്. പറയൂ ചേച്ചി എന്തിനാ ഇപ്പം ഈ മാല എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? ചേച്ചി എന്തുവാ പൂജാരിയോട് സംസാരിച്ചത്? ഈ സമയത്ത് നമ്മുടെ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജുവിന് സംശയം തോന്നിയിട്ട് രാജു അവിടെ മറഞ്ഞു നിൽക്കുവാണ്. പ്രതാപ, ഞാൻ പറയുന്ന നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഋതികയും രാജുവിനെയും നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വരാൻ പോകുന്ന ഇലക്ഷനും നിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായക്കുമാണല്ലോ. രാജുവിന് മാത്രമല്ല, എനിക്കും ഈ കാര്യത്തിൽ ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ശരി ചേച്ചി, ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഋതികയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മഞ്ഞച്ചരടല്ലേ നമ്മുടെ കുട്ടിയുടെ കഴുത്തിൽ അങ്ങനെ ഒരു മഞ്ഞച്ചരട് കിടന്നാൽ മതിയോ? അതുകൊണ്ട് ആ മഞ്ഞച്ചരട് മാറ്റി ഈ മാലയിൽ ഒരു താലി കോർത്ത് ഋതികയുടെ കഴുത്തിൽ അണിയിക്കണം. ഋതിക ഇത് രാജുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയും, അവരവരുടെ അയൽവാസികളോടൊക്കെ പറയും. അങ്ങനെ നാടറിയും, അതൊരു വലിയ വാർത്തയും ആകും. ശരി എങ്കിൽ ചേച്ചി ഈ മാല അവൾക്ക് കൊടുത്തേരെ, ഞാൻ ഇതിനൊന്നും പറയുന്നില്ല. പ്രതാപൻ അങ്ങനെ എളുപ്പം പറയുമെന്ന് അംബിക വിചാരിച്ചില്ല. പെട്ടെന്ന് അംബിക മനസ്സിൽ പറയുക, അങ്ങനെ വെറുതെ അങ്ങ് കൊടുത്താൽ എൻ്റെ പ്ലാനൊന്നും നടക്കത്തില്ലല്ലോ. എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തെ? അയ്യോ പ്രതാപ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ടൊരു പൂജ നടത്തി രാജുവിനെ കൊണ്ട് തന്നെ ഈ മാല ഋതികയുടെ കഴുത്തിൽ അണിയിക്കണം. മോളെ അംബികേ, നിന്റെ വക്രബുദ്ധിയെല്ലാം രാജു അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.